ശക്തമായി കുത്തിയൊലിച്ചു വന്ന പുന്നപ്പുഴയിലേക്ക് എടുത്തുചാടി അപകടത്തിൽപ്പെട്ട പശുവിനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. വളരെ ദുഷ്കരം തന്നെയായിരുന്നു ആ ഒരു ദൌത്യമുള്ളത്. ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ പശുവിന്റെ കാലും മറ്റവയവങ്ങളൊക്കെ തന്നെ ഇരുമ്പ് പാളികൾക്കിടയിൽ അകപ്പെട്ടതോടെ അതിനെ പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കയറുൾപ്പെടെ കെട്ടി വലിച്ചപ്പോഴും അതിനെ പുറത്തെത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. തുടർന്ന് ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ട് കുത്തിയൊലിച്ചു വരുന്ന പുഴയുടെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിയാണ് ആ പശുവിനെ രക്ഷപ്പെടുത്തിയത്. ഈ സംഘമാണ് ദൃശ്യങ്ങൾ കാണുന്ന ഇവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. വളരെ പ്രയാസകരം തന്നെയായിരുന്നു അല്ലേ? അത് തീർച്ചയായും വളരെ സാഹസികമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ നിലവിൽ ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഒരു മെസ്സേജ് കിട്ടിയത്, ആർമിയുടെ പാലത്തിനുള്ളിൽ ഒരു പശു കുടുങ്ങിക്കിടക്കുന്നതായിട്ട്. ഉടനെ പോയപ്പോൾ ഉൾപ്പെടെ കുടുങ്ങിയിരുന്നു തോന്നുന്നല്ലേ? താഴ്ഭാഗം പാലത്തിന്റെ രണ്ട് റെയിലിന്റെ ഇടയിൽ കുടുങ്ങിയതാണ് പ്രശ്നം. അത് ഞങ്ങളെ ഈ ട്രോളിക്ക് ഉപയോഗിച്ച് നമ്മുടെ പ്രവർത്തകർ സ്പ്രെഡ് ചെയ്താണ് കാല് പുറത്തേക്കുന്നത്. കാലിന് പരിക്ക് സംഭവിച്ചല്ലോ? പരിക്ക് പറ്റിയിട്ടുണ്ട്. കാലിന് മുറിവുണ്ട്, ആഴത്തിന് മുറിവുണ്ട്, രണ്ട് കാലിന്. ജീവനോടുകൂടി തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് ആശ്വാസകരമാണ്. അതെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപക്ഷെ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ, വെള്ളം ഉയർന്നിരുന്നെങ്കിൽ അത് ജീവനോടെ നമുക്ക് രക്ഷിക്കാൻ പിന്നീട് കഴിഞ്ഞേക്കില്ല. കാരണം കാല് പാലത്തിന് ഒരു ഷീറ്റിനും ഫ്രെയിമിനും ഇടയിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങി തപ്പി നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുടുങ്ങിയത്. ഉടനെ നമ്മൾ ഹൈഡ്രോളിക് സ്പ്രെഡർ ഉപയോഗിച്ച് ആ ഷീറ്റും ഫ്രെയിമും തമ്മിൽ അകത്തി കാല് പുറത്തേക്ക് എടുക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മളൊരു കയറിട്ട് കെട്ടിയിരുന്നു. അങ്ങനെയാണ് പുറത്തേക്ക് എടുത്തത്. ഒരുപക്ഷെ അതങ്ങനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഭാഗ്യമായി ഏറെക്കുറെ തകർന്നിട്ടുണ്ട്. അതെ. പാലം വെറ്റിനറി ഡോക്ടർ എത്തിയോ പശുവിനെ പരിശോധിച്ചു? നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്, എത്തിക്കണം. ഇതുവരെ എത്തിയിട്ടില്ല. ഏത് യൂണിറ്റാ? ഞങ്ങൾ പല ജില്ലയിൽ നിന്നുള്ള യൂണിറ്റാണ്. ഇപ്പം ഞാനാണെങ്കിൽ തൃശ്ശൂർ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസറാണ്. ഞങ്ങളെ സ്റ്റേഷനിലെ ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഫയർ ഓഫീസർമാരും സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും ഉണ്ട്. ഏകദേശം 10. കുറേ ദിവസമായിട്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടന്ന ആളുകളാണ്. ഒരുപക്ഷെ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ വിധത്തിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും വെള്ളം ഒലിച്ചു വരുന്നതും അല്ലേ, കുത്തൊഴുക്ക് വർദ്ധിച്ചത്? അതെ. ഇന്ന് പെട്ടെന്ന് തന്നെ മഴയുണ്ടാവുകയാണ്. ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ മഴ കൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ വെള്ളം ഇവിടെ ഉയർന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ തെരച്ചിൽ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് എത്തിയത്. തീർച്ചയായും അത് തന്നെയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റൊരു വേറിട്ട കാഴ്ചയായിരുന്നു അവിടെ ഫയർഫോഴ്സ് കാഴ്ചവെച്ചത്. ദിവസങ്ങളായി ഇവിടെ ഈ മേഖലയിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് പശു ആ മേഖലയിൽ കുടുങ്ങിയ സമയത്ത് തന്നെ അതിലേക്ക് ഇറങ്ങിയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. സിവിൽ ഡിഫൻസ് പോലെയുള്ള സന്നദ്ധ പ്രവർത്തകരും അവരോടൊപ്പം ചേർന്നുകൊണ്ടായിരുന്നു ആ രക്ഷാദൌത്യത്തിലൂടെ പശുവിനെ കരയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ, വയനാട്.